ഹലോ നമസ്കാരം. അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് പുതിയൊരു സാധനം കാണിച്ചു തരാൻ പോവുകയാണ്. ഇത് നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല. അപ്പോൾ ഇത് തവളമുട്ട ആണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്നുള്ള കാര്യം എനിക്ക് സംശയമുണ്ട്. കാര്യം പൊതുവേ ഈ ടൈപ്പിൽ തവളമുട്ട ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ആദ്യമായിട്ടൊന്നല്ല, എനിക്ക് തൊട്ട് മുമ്പ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ ഏകദേശം ഒരാഴ്ച ആയിട്ടുള്ളൂ. അപ്പോൾ അന്ന് ഞാൻ അത് എന്താണെന്ന് അറിയാൻ വേണ്ടി അതിനെ കുറേയൊക്കെ കളക്ട് ചെയ്ത് വെച്ചു. പക്ഷേ ഒന്നും എനിക്ക് വിരിഞ്ഞില്ല. അപ്പോൾ ഇന്ന് ഞാൻ ഇപ്പോൾ ഒന്നും കളക്ട് ചെയ്യുന്നില്ല, ഇതിൽ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിക്കുകയാണ്. അപ്പം ഇങ്ങനത്തെ ഒരു തവളമുട്ടയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു തവളമുട്ട ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് ഏതെന്നും തവളയെന്നൊന്നും അറിയത്തില്ല. പൊതുവെ പത കൂട്ടി അതിൽ മുട്ടയിടുന്ന തവള കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത് ഇങ്ങനെ വേറൊരു ജീവി വന്ന് മുട്ടയുടെ സാധ്യതയില്ല. പൊതുവെ തവളയാവാനാണ് ഒരു 100% 90% ചാൻസ് തവള മുട്ടയാവാനാണ്. അപ്പോൾ ഇത് വിരിയുമ്പോൾ എന്താണെന്ന് അറിയാൻ പറ്റും. അപ്പോഴെന്താണെന്ന് നോക്കാം. ഏത് ടൈപ്പ് തവളയാണെന്ന് അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ. കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. പക്ഷേ അത്യാവശ്യം പ്ലാന്റിനെല്ലാം നശിപ്പിച്ചിട്ടില്ലെങ്കിലും നമ്മളത് കറക്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിരുന്നതിനെല്ലാം ഇത് വരിഞ്ഞ് കെട്ടിയതുപോലെ എല്ലാം കൂടെ ചേർത്ത് ചുറ്റി ആണത് മുട്ടയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് എഗ്ഗ് മാറ്റിയല്ലേ പ്ലാന്റിനെ വീണ്ടും പഴയതുപോലെ ആക്കി അതിനെ പോട്ടിൽ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് കുറച്ച് ദിവസത്തിൽ എന്തായാലും അധികം ദിവസം എടുക്കുമല്ലെന്ന് വിചാരിക്കുന്നു വിരിയാൻ. അപ്പോൾ വിരിയുമ്പോൾ നമ്മൾ എൻ്റെ വീഡിയോ എന്തായാലും കാണിക്കാം. എന്തായാലും കാണാൻ നല്ല രസമുണ്ട്, അതുകൊണ്ട് മാത്രമാണ് ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. ഒരുപാട് എഗ്ഗുണ്ട്, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ. അതൊരുപാട് മൊത്തം ചുറ്റിയാണ് കഴിക്കുന്നത്. എന്തായാലും 1000-ന് പുറത്തെങ്കിലും മുട്ട ഉണ്ടാവണം. അപ്പോൾ എന്തായാലും എൻ്റെ റിസൾട്ട് എന്താണെന്ന് കാണിക്കാം. ബൈ.